പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ സംഭവത്തിൽ സാന്ദ്ര കോടതിയെ സമീപിച്ചു. ബൈലോ പ്രകാരം മത്സരിക്കാൻ യോഗ്യയാണെന്ന് ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, സാന്ദ്ര ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അവർ നിയമവഴിയിലേക്ക് നീങ്ങുമെന്ന്. കാരണം മത്സരിക്കാൻ യോഗ്യതയുണ്ട്, ബൈലോ പ്രകാരം 2-ലധികം സിനിമകൾ നിർമ്മിച്ച ഒരാളാണ് താനെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ ഹർജിയിൽ സാന്ദ്ര തോമസ് പറയുന്നത് എന്തൊക്കെയാണ്? എറണാകുളം സബ് കോടതിയിലാണ് അത് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ബൈലോ പ്രകാരം എനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ അവരുടെ പത്രിക തള്ളുന്നതിന് വേണ്ടി വരണാധികാരി പറഞ്ഞ കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, 3 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം എന്ന മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 2 ചിത്രങ്ങൾ മാത്രമേ സാന്ദ്ര നിർമ്മിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. ഒരു സിനിമ നിർമ്മിച്ചവർക്ക് എക്സിക്യൂട്ടീവിലേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ. ഇതാണ് വാദം. അങ്ങനെ 2 സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത സാന്ദ്ര തോമസിന് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ 2 സ്ഥാനത്തേക്കാണ് അവർ ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കാൻ നിശ്ചയിച്ചിരുന്നത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2 സ്ഥാനത്തേക്കും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിന്റെ വാദം. അത് പറഞ്ഞാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. പക്ഷേ ബൈലോ പ്രകാരം തനിക്ക് മത്സരിക്കാം എന്നുള്ളതാണ് സാന്ദ്രയുടെ വാദം. അതായത് താൻ സ്വന്തം പേരിൽ 9 സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്താൽ സംഘടനയിൽ അംഗമാകാം. 3 സിനിമ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാം എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബൈലോ പറയുന്നത്. തന്റെ പേരിൽ 9 സിനിമകൾ സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് തന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് സാന്ദ്ര തോമസിന്റെ അവകാശവാദം. അതുകൊണ്ട് ബൈലോ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ വാദം. ഹർജി എത്തിയിട്ടേ ഉള്ളൂ, കോടതി പരിഗണിച്ചിട്ടില്ല. പരിഗണിച്ചതിന് ശേഷം എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. ഒരു പക്ഷേ 2 സാധ്യതകളാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഈ കേസിൽ തീർപ്പാകുന്നത് വരെ കോടതിക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മരവിപ്പിക്കുന്ന സാഹചര്യം വരും. അല്ലെങ്കിൽ ഹർജി തള്ളാം. ഹർജി തള്ളിയാൽ ഔദ്യോഗിക പക്ഷത്തിന് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാം. 2 സാധ്യതകളാണുള്ളത്. ഏതായാലും കോടതിയിൽ ഇത് വന്നാൽ മാത്രമേ കോടതി എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.